മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ വിത്ത് ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 6 സെൻറ്റിമീറ്റർ. അതായത് 10 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ എന്ന് വന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് 6 സെൻറ്റിമീറ്റർ. ഇനി പെരിമീറ്റർ ചുറ്റളവ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2 × L + B. 2 × L + B. 2 × ലെങ്ത് എത്രയാണ്? 10 + 6 സമം 2 × 16, അതായത് 32 സെൻറ്റിമീറ്റർ ആണ് ഈ ചതുരത്തിൻ്റെ ചുറ്റളവ്. അതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് കാണാനുള്ള ഫോർമുല 2 × L + B. 2 × L + B. ലെങ്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. 2 × L + B. 2 × 10 + 6, അതായത് 2 × 16 = 32 സെൻറ്റിമീറ്റർ. ഒരു സ്പിയറിൻ്റെ റേഡിയസ് 8 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു സ്പിയറിൻ്റെ സർഫസ് ഏരിയ കാണാനാണ് ചോദ്യം. 8 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണുക. ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല A = 4πr² = 4 × π. പൈയുടെ വാല്യൂ 3.14 × 8 × 8² = 803.84 അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ വിസ്തീർണം. എൻ്റെ ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. 8 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണാനാണ് ചോദ്യം. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ വിത്ത് റേഡിയസ് 8 സെൻറ്റിമീറ്റർ. ഏരിയ = സർഫസ് ഏരിയ = 4πr². സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ കാണാനുള്ള ഒരു ഗോളത്തിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല 4πr². 4 × π 3.14 × 8 × 8² is 803.84 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതിൻ്റെ ഉപരിതല വിസ്തീർണം സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല. 8 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കാണാൻ 8 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള 8 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം A = 4πr². 4 × 3.14 പൈയുടെ വില × 8 × 8² = 803.84 സെൻറ്റിമീറ്റർ സ്ക്വയർ. Find the volume of a cylinder with radius 5 centimeter and height 8 centimeter. 5 സെൻറ്റിമീറ്റർ ആരവും 8 സെൻറ്റിമീറ്റർ ഉന്നതിയുമുള്ള സിലിണ്ടറിൻ്റെ വ്യാപ്തം കാണുക. വ്യാപ്തം കാണാനുള്ള ഫോർമുല V = πr². സിലിണ്ടറിൻ്റെ വ്യാപ്തം. ഇവിടെ ആരം 6 5 സെൻറ്റിമീറ്റർ, H 8 സെൻറ്റിമീറ്റർ. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. π × 5² × 8, അതായത് π × 5 × 5 × 8, അതായത് 200 π വരും. 200 × പൈയുടെ വില 3.14. 314 × 2 628 20 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത്രയും സെൻറ്റിമീറ്റർ ക്യൂബ്, അതായത് 628 സെൻറ്റിമീറ്റർ ക്യൂബ്. ക്യൂബിക് യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബ്. മീറ്റർ ആ യൂണിറ്റെങ്കിൽ മീറ്റർ ക്യൂബ് വരും. സെൻറ്റിമീറ്റർ ആ യൂണിറ്റ് തന്നിരിക്കുന്നതെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് വരും. ക്യൂബിക് യൂണിറ്റ് അത് വ്യാപ്തം കാണുന്നു. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആരവും 8 സെൻറ്റിമീറ്റർ ഉന്നതിയുമുള്ള സിലിണ്ടറിൻ്റെ വ്യാപ്തം കാണാൻ V കാണാനുള്ള ഫോർമുല πr². π × 5² × 8 π × 5 × 5 × 8 200 π, അതായത് 200 × പൈയുടെ വില 3.14. അത് കാണാതിരിക്കും. ഇത് ഗുണിക്കുമ്പോൾ 628 സെൻറ്റിമീറ്റർ ക്യൂബ്. 180 3:5 എന്ന അംശബന്ധത്തിൽ വിഭജിക്കാൻ. ഡിവൈഡ് 180 ഇൻ ദ റേഷ്യോ 3:5, അതായത് 3 ആദ്യത്തെ ഇത് അളവ് കാണാൻ 3 ആകെ ഉള്ളത് 5 3 കൂട്ടിയ 8 × 180. 4 വെച്ച് വെട്ടാം. 4 16 4 5 20, അതായത് 135/2 67.5 കിട്ടും. അതായത് ആദ്യത്തെ അളവ് 67 കിട്ടും. പിന്നത്തേത് കണ്ടുപിടിക്കാൻ 180 നിന്ന് 67 കുറച്ചാലും മതി, അല്ലെങ്കിൽ ഈ 5 ÷ 8 × 180 67 കുറച്ചാലും മതി. 0
112.5 വരും. അതായത് ആദ്യത്തേത് 67.5, രണ്ടാമത്തേത് 112.5. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ മറ്റേത് കിട്ടാൻ ആകെ ഉള്ളത് ഇത് കുറച്ചാലും മതി. 3/8 3 ആകെ ഉള്ളത് ഇൻറ്റു 180. 180 ഞാനല്ല ഡിവൈഡ് ചെയ്യേണ്ടത്. ഇത് 135/2 കിട്ടും. 67.5 180 67.5 കുറച്ചാൽ ബാക്കിയുള്ളത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് 5/8 ഇൻറ്റു 180. 5 2 വെച്ച് കട്ട് ചെയ്യുക. 2 45 5. അതായത് 112.5 വരും. 225/2 അതിൻ്റെ പകുതി 112.5. അങ്ങനെ ചെയ്താലും മതി. രണ്ടാമത്തെ കാണാൻ 5/8 ആകെ ഉള്ളത് 5 3 8 ഇൻറ്റു എന്തിനാണോ ഡിവൈഡ് ചെയ്യേണ്ടത് 180. 5/8 ഇൻറ്റു അതായത് ഇങ്ങനെ നോക്കിയാൽ മതി. 3 ആകെ ഉള്ളത് 5 3 8 ഇൻറ്റു 180. ആദ്യത്തേത് കാണാൻ 67.5. പിന്നെ 3:5 5/8 ഇൻറ്റു 180 45 225/2 112.5 വരും. 24 30 36 ഇതിൻ്റെ എൽസിയം കാണാൻ 2 12 15 18 2 6 15 പറ്റാത്തതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി 9. 3 വെച്ച് 3 2 5 3. ഇനി പൊതു ഘടകങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ 2 ഗുണം 2 ഗുണം 3 അതായത് 4 ഗുണം 3 12. ഈ 2 5 ഒന്നിച്ചിട്ടാൽ 10 ഇട്ട് ഗുണിക്കാൻ പറ്റും. 12 2 ഗുണം 2 4 ഗുണം 3 12 3 36 36 ഗുണം 10 അതായത് എൽസിയം എന്ന് പറയുന്നത് 360 വരും. എൽസിയം 360. ഇനി നമുക്ക് HCF കാണാം. 24 30 36 ഇതെല്ലാം 6ൻ്റെ ഗുണിതമായതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതാം. 6 ഗുണം 4 6 ഗുണം 5 6 ഗുണം 6. ഇതിലെല്ലാത്തിലും കോമൺ ഫാക്ടർ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 6 വന്നേക്കുന്നത്. ബാക്കി പിന്നെ 4 5 6 അതിലൊന്നും കോമൺ ഫാക്ടർ ഇല്ല. ഇവിടെ HCF ഒന്നിൻ്റെ തന്നെ ഗുണിതങ്ങൾ വന്നാൽ അതായിരിക്കും അതിൻ്റെ HCF. അതായത് 24 30 36 6ൻ്റെ ഗുണിതങ്ങളാണ്. 6 ഗുണം 4 6 ഗുണം 5 6 ഗുണം 6. ഇവിടെ 6 ഇവിടെ 6 ഇവിടെ 6. HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ 6. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.